ഇവിടെ നമ്മുടെ ഹീറോ അവന്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് വിചാരിച്ച് വേറെ ഒരു പെണ്ണിനെ പോയി കെട്ടിപ്പിടിച്ചു. അവൻ ചെയ്തത് തെറ്റാണെന്ന് കണ്ടതും ക്ഷമ ചോദിച്ചു. ആ പെണ്ണിന്റെ ചേട്ടൻ ഒരു വലിയ ഡോണാണ്. അവനെ കൊല്ലാൻ വന്നു. ഹീറോ എത്ര തടയാൻ നോക്കിയാലും അവൻ കേൾക്കാത്തത് കൊണ്ട് അവളുടെ ചേട്ടനെ അടിച്ച് റൊട്ടിയാക്കി വിട്ടു. അതുകൊണ്ട് തന്നെ അവൻ കോമയിലേക്ക് പോയി. അപ്പൊ ഈ കാര്യം അറിഞ്ഞ ആ പെണ്ണിന്റെ അച്ഛനും ഹീറോയെ തിരഞ്ഞോണ്ടിരിക്കുമ്പോൾ ഹീറോ നേരെ ആ ആശുപത്രിയിലേക്ക് തന്നെ പോയി. അയാളോട് മാപ്പ് പറഞ്ഞു. അതിന് അയാൾ എന്റെ മകൻ ശരിയായി വന്നതും അവൻ നിന്നെ കൊന്നു കളയുമെന്ന് വെല്ലുവിളിച്ചു. ഇപ്പൊ ഐസിയുവിലേക്ക് തന്നെ പോയ ഹീറോ അവന്റെ ഒടിഞ്ഞ കൈയെല്ലാം റെഡിയാക്കി അവന് മരുന്ന് കൊടുത്ത് ആ കോമയിലുള്ളവനെ തന്നെ എണീപ്പിച്ചു. ഇവൻ ഇനി 24 മണിക്കൂറിനുള്ളിൽ ഫുള്ള് റെഡിയാകും, ഇവനെ കൂട്ടിക്കൊണ്ടുവാ, ഞാൻ വെയിറ്റ് ചെയ്യായിരിക്കുമെന്ന് പറഞ്ഞു പോയി. അങ്ങനെ റീമാച്ച് തുടങ്ങി. വീണ്ടും ഹീറോ അവനെ അടിച്ച് ചമ്മന്തിയാക്കി. വീണ്ടും ഹീറോ അവനെ ആശുപത്രിയിൽ പോയി കണ്ടു. വീണ്ടും റെഡിയാക്കി. എന്നാൽ അവനും ഇനി മുതൽ ആ ഭ്രാന്തനുമായിട്ട് എന്നെ കൊണ്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ട അവന്റെ അച്ഛന് ഭയങ്കര ദേഷ്യം വന്ന് അവനെ തന്നെ കൊന്നു കളഞ്ഞു. കാരണം അവന്റെ അച്ഛൻ അത്രയും മോശപ്പെട്ട ആളാണ്. ആ ഗ്രാമത്തിലുള്ള ആളുകളെ ഫുള്ള് അവൻ അടിമയാക്കി വെച്ചിരിക്കുകയാണ്. അവനെ തകർക്കാൻ വേണ്ടിയാണ് ആ ഗ്രാമത്തിലുള്ളവരും ഹീറോയെ പറഞ്ഞു പറ്റിച്ച് ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. ഈ കാര്യം അറിഞ്ഞ ഹീറോ അവനെയും ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ചു. ഒരു തൂണിൽ കെട്ടിയിട്ടു. പെട്രോൾ ഒഴിച്ചു. ആ ഗ്രാമത്തിലെ ആളുകളോട് കത്തിക്കാൻ പറഞ്ഞു. എന്നാൽ അവർക്ക് അവനെ കൊല്ലാൻ മനസ്സില്ലാതെ അവിടെ നിന്ന് പോയി. എന്നാൽ അവിടെയുള്ള ഒരു പ്രാവിന്റെ ചിറകിൽ തീ പിടിച്ചു. ആ തീ ഇവന്റെ മേലേക്ക് പടർന്നു. അങ്ങനെ ആ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലും മരിച്ചുപോയി.